ബഹുമാനി നമസ്കാരം. ഞാൻ ബസാം കാട്ട്, കരുനാഗപ്പള്ളി ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി. കേരളത്തിലെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും മദ്യനിരോധന പ്രവർത്തന രംഗത്തും ശ്രദ്ധേയനായിരുന്ന പ്രൊഫസർ MT മന്മഥൻ സാറിന്റെ സ്മരണാർത്ഥം മദ്യനിരോധന സമിതി മദ്യത്തിൽ മുങ്ങുന്ന കേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കിയ ഒരു പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു എന്നതിലും അതിലെനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടി എന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. 30 വർഷം മുമ്പ് എൻ്റെ ഉപ്പ മദ്യനിരോധന സമിതിയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. ഇന്ന് ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഞാനും പങ്കാളിയാകാറുണ്ട്. അതിലെനിക്ക് അഭിമാനവുമുണ്ട്. മുമ്പ് മദ്യമായിരുന്നു സമൂഹത്തെ കാർന്നു തിന്നിരുന്ന പ്രധാന വില്ലനെങ്കിൽ ഇന്ന് അതിനു പുറമെ ധാരാളം ലഹരി വസ്തുക്കളും സമൂഹത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലഹരി മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ഒരു കോർഡിനേഷൻ രൂപീകരിച്ച് അതിശക്തമായ സമരവും ബോധവൽക്കരണവും നടത്തണമെന്ന് ഞാൻ നേതൃത്വങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരളം മദ്യത്തിൽ മുങ്ങുന്നു എന്നുള്ളത് അതിശയോക്തിയുള്ള ഒരു പ്രയോഗമല്ല. അതൊരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പെട്ടിക്കടകളിൽ വരെ മദ്യം വിളമ്പാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഞ്ചാവും മറ്റു നിരോധിത ലഹരി വസ്തുക്കളും മദ്യത്തോടൊപ്പം തന്നെ വിപണിയിൽ എത്തിക്കുന്ന പുതിയ തന്ത്രമാണ് മദ്യലോബി കണ്ടിരിക്കുന്നത്. മയക്കുമരുന്ന് ലോബിയുമായുള്ള അവിശുദ്ധ ബന്ധം മൂലം മദ്യം ഒരു പ്രശ്നമല്ലെന്ന് വരുത്തി തീർക്കാൻ ഇടയ്ക്കിടയ്ക്ക് മയക്കുമരുന്ന് റേറ്റ് വാർത്തകൾ പ്രചരിപ്പിക്കുകയും മദ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയും ചെയ്യുന്നു. എന്തിന്? മയക്കുമരുന്നിനെതിരെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ബോധവൽക്കരണ ക്ലാസുകളിലെ വിശദീകരണം തന്നെ അതേക്കുറിച്ച് ഒന്നും അറിയാത്ത കുട്ടികൾക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടാക്കുന്നതായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവഴി മദ്യം ചർച്ച ചെയ്യപ്പെടാതെ വരികയും ഒരു സാധാരണ പാനീയത്തെ പോലെ മദ്യത്തെ കേരളത്തിൽ സർവ്വവ്യാപിയാക്കാമെന്ന് മദ്യലോബി കരുതുകയും ചെയ്യുന്നു. കോവിഡ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളുടെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടിരുന്നപ്പോഴും മദ്യശാലകൾ തുറന്നു പ്രവർത്തിച്ച കാഴ്ച നാം കണ്ടതാണ്. കടകളിൽ കയറുന്നതിന് നിബന്ധന വെക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുന്ന സർക്കാർ മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും നൂറുകണക്കിന് ആളുകൾ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന ഭീതിതമായ രംഗത്തിന് കളമൊരുക്കുന്നവർക്ക് ഒരു പിഴയും ഇല്ലെന്ന് മാത്രമല്ല, പോലീസ് സംരക്ഷണവും ഒരുക്കുന്നു. ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെ ഈ തിരക്ക് ഒഴിവാക്കാൻ പുതുതായി കൂടുതൽ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറക്കാനും കൂടുതൽ സമയം തുറന്നു പ്രവർത്തിക്കാനുമാണ് സർക്കാർ തീരുമാനം. ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കേരളീയർ മദ്യപിച്ചു തുടങ്ങുന്ന ശരാശരി പ്രായം 13 വയസ്സാണെന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പുറമെ മദ്യം സ്ത്രീകളിലേക്കും വ്യാപിച്ചു എന്നതാണ് നമ്മെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നിരീക്ഷണം അനുസരിച്ച് മദ്യം ഒരുവന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ, സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാക്കുന്നുവെങ്കിൽ, സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ, തുടർന്നും അയാൾ മദ്യം ഉപയോഗിക്കുന്നുവെങ്കിൽ അയാൾ ഒരു മദ്യപാന രോഗിയാണ്. മദ്യം ആമാശയത്തിന്റെയും കുടലിന്റെയും സങ്കോച വികാസങ്ങളെ തടസ്സപ്പെടുത്തുകയും ഈ ഭാഗങ്ങളിലെ സംരക്ഷണ കവചത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിരവധി രോഗങ്ങൾക്ക് അടിമയാക്കി മാറ്റുകയും കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ട കുടുംബത്തിൽ കൂടുമ്പോൾ കലഹമുണ്ടാക്കുന്ന കുടുംബമാക്കി മാറ്റുകയും ചെയ്യുന്ന മദ്യം വേണ്ടെന്ന് വെക്കാനുള്ള ആർജവം മലയാളിക്കുണ്ടാകണം. ഇതിനു വേണ്ടി മദ്യനിരോധന സമിതി നടത്തുന്ന എല്ലാ ധീരോദാത്തമായ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം. നന്ദി.